الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. صدق الله. أيها الإخوة الكرام أوصيكم ونفسي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എൻ്റെ സ്വന്തത്തോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടും ആവശ്യപ്പെടുകയാണ്. തഖ്വയോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമളാൻ പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. വെളിപാടകലെയാണ് റമളാൻ. പുണ്യങ്ങളുടെ വസന്തമായി, പുണ്യങ്ങളുടെ പൂക്കാലമായി നമ്മിലേക്ക് സമാഗതമാകുകയാണ് പരിശുദ്ധ റമളാൻ മാസം. മിക്കവാറും ഞായറാഴ്ച നോമ്പൊന്നാവാനാണ് സാധ്യതയേറെയുള്ളത്. നോമ്പനുഷ്ഠിക്കുവാനും റമളാൻ മാസത്തിൽ സ്വലിഹായ അമലുകൾ ധാരാളമായി ആത്മാർത്ഥമായി ചെയ്ത് പടച്ചറപ്പിൻ്റെ പ്രീതി കരസ്ഥമാക്കാനും വേണ്ടി പ്രതിജ്ഞാബദ്ധരായി നിൽക്കുന്ന പ്രതീക്ഷാനിർഭരമായ മനസ്സോടുകൂടി റമളാനിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ. നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത് നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് നമുക്കറിയാം. ശരീരം കൊണ്ടാണ് നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത് പ്രത്യക്ഷത്തിൽ. അഥവാ ശരീരത്തെ ആഹാരപാനീയങ്ങളിൽ നിന്നെല്ലാം വിമുക്തമാക്കി മാറ്റി നിർത്തുകയാണ്. വെള്ളം കുടിക്കണ്ട, ഭക്ഷണം കഴിക്കണ്ട, ശരീരം ക്ഷീണിക്കുന്നു. ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, കാമങ്ങൾ എല്ലാം തടഞ്ഞു നിർത്തുകയാണ്. പ്രത്യക്ഷത്തിൽ നോമ്പ് ശാരീരികമെന്ന് തോന്നാമെങ്കിലും നോമ്പ് ശാരീരികമല്ല, നോമ്പ് ആത്മീയമാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ പട്ടിണി കിടക്കുന്നുണ്ട് എങ്കിലും ആ പട്ടിണി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യകരമായ ഗുണമല്ല, നമ്മുടെ ആത്മീയമായ അഭിവൃദ്ധിയാണ്, അല്ലെങ്കിൽ തഖ്വയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ, നോമ്പനുഷ്ഠിക്കുമ്പോൾ ശരീരത്തിന്, ആരോഗ്യത്തിന് അത് ഗുണകരമാണ്, ദോഷം ചെയ്യൂല, രോഗികൾക്കല്ലാതെ. അപ്പോൾ അങ്ങനെയുള്ള നോമ്പനുഷ്ഠിക്കുന്നതിന് തടസ്സമുള്ള രോഗികളോട് നിങ്ങൾ നോമ്പനുഷ്ഠിക്കണ്ട എന്ന് തന്നെയാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. സാധാരണ നിലയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് നോമ്പനുഷ്ഠിക്കൽ. പക്ഷെ നോമ്പിൻ്റെ നിയ്യത്ത് അതല്ല.
നോമ്പിൻ്റെ ലക്ഷ്യം അതല്ല. നോമ്പനുഷ്ഠിക്കുന്നത് ഞാൻ എൻ്റെ ശാരീരികമായ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള നിയ്യത്താണ് ആത്യന്തികമായിട്ടുള്ളത് എങ്കിൽ ആ നോമ്പ് സ്വീകാര്യമല്ല. അതിനാണ് നാം നോമ്പ് അള്ളാഹുവെ നിനക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നു എന്ന്, അള്ളാഹുവിന് വേണ്ടി ചെയ്യുമ്പോഴാണ് അത് തഖ്വയായിട്ട് മാറുക. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 183-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണ്. തഖ്വ എവിടെയാണ്? തഖ്വ ഹൃദയത്തിലാണ്. അത്തഖ്വ ഹാഹുന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് തഖ്വ ഇവിടെയാണ്. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസാ വഹിക്കുവാനും റബ്ബിൻ്റെ കൽപ്പനകൾ നടപ്പിലാക്കുവാനും റബ്ബ് നിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുവാനും ഉള്ള മനസ്സിൻ്റെ പ്രചോദനമാണ്, മനസ്സിൻ്റെ ശക്തിയാണത്. അപ്പോൾ ഈ തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ് നോമ്പെന്ന് പറയുമ്പം ആ നോമ്പ് നമുക്ക് എന്തിൻ്റെ പ്രചോദനമാകുന്നു? നമ്മുടെ മാനസികമായ കരുത്തിന്. ഏത് കരുത്തിന്? നന്മകൾ ചെയ്യാനുള്ള പ്രചോദനം. അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഞാൻ അമൽ ചെയ്യും. അതെത്ര പ്രയാസപൂർണമാണെങ്കിലും ഞാനത് നിർവഹിക്കുക തന്നെ ചെയ്യും. കാരണം എന്താ? എനിക്കെൻ്റെ റബ്ബിൽ നിന്ന് പ്രതിഫലം കിട്ടണം. അതാണ് തഖ്വ. ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? ഞാൻ മാറി നിൽക്കും. കാരണം എന്താ? എനിക്ക് ശിക്ഷ കിട്ടും, എനിക്ക് രക്ഷപ്പെടണം. എവിടെ? പരലോകത്ത് രക്ഷപ്പെടണം. അവിടെ നരകത്തിൽ നിന്ന് മോചനം കിട്ടണം. പിന്നെയോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. എൻ്റെ തെറ്റുകൾ മുഴുവനും പൊറുക്കണം. എങ്കിലേ എനിക്ക് സ്വർഗം കിട്ടുള്ളൂ. അതാണ് തഖ്വ. അപ്പം തഖ്വ എന്ന് പറഞ്ഞാൽ അത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു പറഞ്ഞത് മുഴുവനും ചെയ്യണമെന്നുള്ള ഉത്കടമായ അഭിലാഷം, ആഗ്രഹം, അതിനുള്ള പ്രചോദനം, അതിനുള്ള ഇൻസ്പിറേഷൻ, അത് ചെയ്യുമെന്നുള്ള ദൃഢനിശ്ചയം, തെറ്റിൽ നിന്ന് മുഴുവനും വിട്ടുനിൽക്കുവാനുള്ള ഒരു മാനസികമായ അവസ്ഥ, തെറ്റാണ് പോകൂല, തെറ്റാണ് ചെയ്യൂല എന്നുള്ള അത് ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് എന്ത് നോമ്പ്. ആ ഒരു മാനസികമായ വികാരത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അതാണ് തഖ്വ. അപ്പോൾ നോമ്പ് നോക്കുന്നതിലൂടെ എന്ത് കിട്ടും? നമ്മുടെ ഈമാൻ ചാർജായി ഫുള്ള് ചാർജിലെത്തിയിട്ട് നന്മകൾ കൂടുതൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം, ഒരു ശക്തി, ഒരു കഴിവ്, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള കഴിവ്, ഒരു മനഃശക്തി. തിന്മ എത്ര മാടി വിളിച്ചു കഴിഞ്ഞാലും അങ്ങോട്ട് പോകൂല. ആ തഖ്വ എവിടെ നിന്ന് കിട്ടണം? നോമ്പിൽ നിന്ന് കിട്ടണം. അപ്പം നോമ്പ് ശാരീരികമല്ല, ആത്മീയമാണ്, മാനസികമാണ്, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് മനസ്സിൻ്റെ ശക്തിയാണ്. അതിനു വേണ്ടിയായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ 1 മാസം നോമ്പനുഷ്ഠിക്കാൻ പോവാണ്. അൽഹംദുലില്ലാഹ്, എല്ലാവരും ആ പ്രതിജ്ഞയിൽ തന്നെയാണല്ലോ അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരും യുവാക്കളും ഒക്കെ ദൃഢനിശ്ചയം ചെയ്യണം. നിയ്യത്ത് ചെയ്യുക. ആദ്യം അള്ളാഹുവിനോട് എന്നിട്ട് പറയും, നിയ്യത്ത് ചെയ്യും, ഞാൻ ഇൻഷാ അള്ളാഹ് ഒരു നോമ്പ് മുടക്കാതെ ഇൻഷാ അള്ളാഹ് പൂർണ്ണമായ അർത്ഥത്തിൽ ആ നോമ്പ് അനുഷ്ഠിക്കും എന്ന് തീരുമാനിക്കാതെ അങ്ങനെ ദൃഢനിശ്ചയം ചെയ്യാം. ആ നിയ്യത്തുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വഴികളൊക്കെ എളുപ്പമാക്കി തരും. എന്ത് തടസ്സങ്ങളുടെയും. നല്ല ചൂടൊക്കെ വരാൻ പോവാണ്, ചൂടൊക്കെ പരീക്ഷണമായിട്ട് വരും, ദാഹമൊക്കെ വരാൻ പോവാണ്. ചിലർക്കൊക്കെ കച്ചവടം നല്ല പൊടി പിടിക്കുന്ന സമയമായിരിക്കും, ജോലിയൊക്കെ പ്രശ്നം വരും. പക്ഷേ ഇതൊക്കെ പിശാചിൻ്റെ കുതന്ത്രങ്ങളാണ്. ഞാൻ അതിൽ നിന്നൊന്നും പിന്തിരിയുകയില്ല. എൻ്റെ റബ്ബിൻ്റെ തൃപ്തി, എന്ത് ത്യാഗം ചെയ്തിട്ടാണെങ്കിലും. നോമ്പിന് എല്ലാവർക്കും ഒരേ കൂലിയല്ല. നോമ്പിന് നമ്മൾ മാക്സിമം മാർക്ക് 100 ഇടുകയാണെങ്കിൽ 100 മാർക്ക് ഇടാൻ പറ്റിയ നോമ്പുണ്ടാവും, 90 മാർക്ക് ഇടാൻ പറ്റിയതുണ്ടാവും, 80 ഉണ്ടാകും, 70 ഉണ്ടാവും, 50 ഉണ്ടാവും, ജസ്റ്റ് പാസ് മാർക്ക് ഉണ്ടാവും. ചിലർക്ക് അതും കിട്ടൂല, വെറുതെ പട്ടിണി കിടന്നിട്ടുണ്ടാവും. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹു പറഞ്ഞതായിട്ട്, അവൻ പട്ടിണി കിടന്നു, രാവും വൈകുന്നേരമൊക്കെ അവന് പട്ടിണി കിടക്കുകയാണ്. പക്ഷേ അവന് കള്ളത്തരങ്ങളോ ദുഷിച്ച പ്രവർത്തനങ്ങളോ ഒന്നും ഒഴിവാക്കിയില്ലെങ്കിൽ ആ നോമ്പ് എനിക്ക് വേണ്ട എന്നല്ല, ആ നോമ്പ് എനിക്ക് വേണ്ട. അപ്പം നോമ്പ് ശാരീരികമല്ല, മനസ്സുമായി ബന്ധപ്പെട്ടതെന്ന് പറയാൻ കാരണം അതാണ്. തെറ്റ് ചെയ്യാണ്, വഞ്ചന നടത്തുകയാണ്, കളവ് നടത്തുകയാണ്. നോമ്പ് പറ്റാണ്ട് പോയിട്ട് കച്ചവടം നടത്തുമ്പം കള്ളത്തരം, നോമ്പ് നോറ്റാണ്ട് നുണ പറയുക, വഞ്ചന നടത്തുക. ആ നോമ്പ് എന്തിനു പഠിച്ചോന്ന് വേണ്ട, വെറുതെ പട്ടിണി എടുക്കണം. അപ്പോൾ നോമ്പ് എങ്ങനെയുള്ളതായിരിക്കണം?
നോമ്പ് നന്മയിൽ അധിഷ്ഠിതമായിരിക്കണം. അപ്പോൾ ആ നോമ്പ് പാസ്സാകാത്തവരുണ്ടാകും, വെറുതെ രാവിലെ മുതൽ പട്ടിണി കിടന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തഖ്വക്ക് വേണ്ടിയാണ് നോമ്പ്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നോമ്പ്, തെറ്റിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്ന ഉറച്ച വിശ്വാസം, തീരുമാനം. ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ, എങ്ങനെ നോമ്പനുഷ്ഠിച്ചാൽ? ഷർത്തുണ്ട്, ഈമാനം വഹ്തിസാബ, നല്ല വിശ്വാസ ദൃഢതയോടുകൂടി. എല്ലാവരും നോമ്പ് നോക്കുന്ന പെരയിൽ എല്ലാവരും നോമ്പ് നോക്കണം, ഉച്ചക്കൊന്നും അവിടുന്നൊന്നും കിട്ടൂല. ഏതായാലും ആൾക്കാർ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ നീങ്ങാം എന്ന് കരുതിയിട്ട് നോമ്പ് നോക്കുകയാണെങ്കിലോ അത് ഈമാനല്ല. ദൃഢമായ വിശ്വാസം, അള്ളാഹു പറഞ്ഞതിൻ്റെ പേരിൽ, തിരുനബി പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് ഞാൻ നോമ്പ് നോൽക്കുന്നത് എന്ന ഈമാനോടുകൂടി വഹ്തിസാബ, നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എനിക്കതിന് കൂലി കിട്ടണം, പ്രതിഫലം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി, ആ പ്രതിഫലം മോഹിച്ചുകൊണ്ട്. എന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്നതാണ്. അപ്പോൾ ആ നല്ല കനപ്പെട്ട നോമ്പാവണം. അതുകൊണ്ട് ചാർജ് ചെയ്യുക. നമ്മൾ ചാർജിങ്ങിൻ്റെ ടൈമാണ്. കൊല്ലത്തിലൊരു മാസം നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഈമാനെ തഖ്വയെ ചാർജ് ചെയ്ത് അതിൻ്റെ 100% എത്തിക്കണം. 100% എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ സ്വാഭാവികമായിട്ടും ഡൗൺ ആയിട്ട് വരുമല്ലോ, അല്ലേ? ആ ഡൗൺ ആയി വരാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യുന്നതാണ് സുന്നത്ത് നോമ്പ്. സുന്നത്ത് നോമ്പ് ഇടയ്ക്കിടയ്ക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും റീചാർജ് ആകും. അപ്പോൾ ഒരു റമദാനിന് അവസാനത്തെ റമദാൻ വരുമ്പോഴേക്കും ഇതെന്ത് ചെയ്യും? പെർഫെക്റ്റ് ആയിട്ട് പൂർണ്ണമായും അതേ ഫസ്റ്റ് 100 നമ്മൾ പെരുന്നാളിന് തക്ബീർ ചൊല്ലുന്ന സമയത്തുണ്ടാകുന്ന 100% ചാർജ് ഉണ്ടല്ലോ, ആ ചാർജിൽ തന്നെ അടുത്ത റമദാനിൽ മാസം കാണുമ്പോൾ ഉണ്ടാകും. എന്താ? ഇടയ്ക്കിടയ്ക്ക് സുന്നത്ത് നോമ്പിലൂടെ റീചാർജ് ചെയ്ത് സാധനം ഇങ്ങനെ. അല്ലെങ്കിൽ ചാർജ് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ടാകും. അത് 70%, 60%, 50%, 10% ഇങ്ങനെ കുറഞ്ഞു വരും. എന്നാലും ആ സമയത്ത് എന്ത് ചെയ്യുക? നമുക്കൊന്ന് റീചാർജ് ചെയ്യാം, പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാം. റമദാൻ നോമ്പ് പറ്റിട്ടില്ലെങ്കിലോ ബാറ്ററി ഡൗൺ ആവും, പിന്നെ കൊണ്ടുപോയി വലിച്ചെറിയേണ്ടി വരും കച്ചറിക്ക്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഈ റമദാൻ റീചാർജിങ്ങിന് വേണ്ടിയുള്ളതാണ്. നോമ്പ് പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന് മാർക്കിടുമ്പോൾ എൻ്റെ നോമ്പ് പൂർണ്ണമായ നോമ്പായിരിക്കണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ പെർഫെക്റ്റ്നെസ്, പൂർണ്ണത ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരെല്ലാവരും, അല്ലേ? എന്നാൽ നോമ്പിൻ്റെ കാര്യത്തിലും അത് വേണം. അള്ളാഹു അമൽ ചെയ്യുന്ന കാര്യത്തിലും ആ ഒരു പൂർണ്ണത നമ്മൾ കൈവരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന് പ്രധാനമായും ഒന്നത് തന്നെയാണ് നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പം തെറ്റുകളിൽ നിന്ന് പരിപൂർണമായും വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. തെറ്റ് ചെയ്യിക്കുന്ന സാധനം എന്താ? വായ. വല്ലാതെ ഭക്ഷണമൊന്നും കഴിക്കൂല, അതുകൊണ്ട് നോമ്പിൻ്റെ പകലിൽ വല്ലാതെ ഒന്നും തെറ്റ് ചെയ്യൂല. പക്ഷേ വായൻ്റെ ഉള്ളിലുള്ള നാക്കുണ്ട്, ആ നാവാണ് വലിയ അപകടകാരി. അവിടെ നുണ പറയുക, അവിടെ ദീപത്ത് പറയുക, പരദൂഷണം പറയുക. അപ്പം ഈ നോമ്പിൻ്റെ മുഴുവനും ആത്മാവ് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള നോമ്പ് എനിക്ക് വേണ്ട എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാൻ കാരണം. അപ്പം അതിൽ നിന്നും പരിപൂർണമായും നിൽക്കുക. അതോടൊപ്പം തന്നെ നോമ്പ് എന്തുകൊണ്ടാണ് തുടങ്ങണത്? നമ്മൾ അത്താഴം കൊണ്ടല്ലേ, അല്ലേ? അത്താഴം കഴിച്ച് സുബഹി മുതൽ മഗ്രിബ് വരെ നമ്മൾ ഉപവാസം അനുഷ്ഠിക്കുന്നു, വ്രതം അനുഷ്ഠിക്കുന്നു. ആ അത്താഴം മുതൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, അത്താഴം കഴിക്കണം. രാത്രി നേരം വൈകി വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയിട്ട് പിന്നെ സുബഹിക്ക് എണീച്ച് അങ്ങനെ പറ്റൂല. അത്താഴം സുന്നത്തുണ്ട്. നോമ്പൊക്കെ ശരിയാകും, പക്ഷെ സുന്നത്തുണ്ട്. അതിനി വിശക്കുന്നില്ല എങ്കിലും അന്നേരം എഴുന്നേറ്റ് നിങ്ങൾ സുബഹിന്റെ മുമ്പ് ഒരു മുറുക്ക് വെള്ളമെങ്കിലും, ഒരു ഈത്തപ്പഴം, ഒരു കാരക്കയെങ്കിലും കഴിക്കുക. അത്താഴത്തിന്റെ കൂലി കിട്ടും. പ്ലേറ്റ് നിറച്ചും ചോറുന്നാൽ മാത്രമല്ല അത്താഴത്തിന്റെ കൂലി കിട്ടുക. ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ നേരത്തെ അത് ബറക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ പഠിപ്പിച്ചത് തസഹറു ഫഇന്ന സഹൂറ ബറകത്ത് ഫഇന്ന ഫിസ് സഹൂരി ബറകത്തുൻ. നിങ്ങൾ അത്താഴം കഴിക്കണം, കാരണം അത്താഴത്തിൽ ബറക്കത്തുണ്ട്. നിങ്ങൾക്ക് അത്താഴത്തിൽ ബറക്കത്തുണ്ട്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ വലിയ മീനിങ് ആണ് അതിന്. ശരീരത്തിന് അത് ഗുണകരമാണ്, പടച്ചവന്റെ അടുത്ത് അത് കൂലി കിട്ടുന്നതാണ്, അതിൽ ബറക്കത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത്താഴം കഴിക്കണം. അപ്പം നമ്മൾ അത്താഴത്തിന് നീക്കുമല്ലോ, അല്ലേ? അത്താഴത്തിന് നീക്കുമ്പോൾ ആ സമയത്ത് വലിയൊരു കൂലി കിട്ടുന്ന വലിയൊരു ഇബാദത്തുണ്ട്. എന്താണത്? ഒന്ന് തഹജ്ജുദ് നിസ്കരിക്കുക. ഏതായാലും നമ്മൾ അത്താഴത്തിന് എണീക്കുമല്ലോ, സുബഹിന്റെ മുമ്പ് എണീക്കും. ഈ സുബഹിന്റെ മുമ്പ് എണീറ്റിട്ടുള്ള നിസ്കാരം ഉണ്ടല്ലോ,
ആ നിസ്കാരത്തിന് പടച്ച തമ്പുരാൻ ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നിസ്കാരം. നമ്മൾ സാധാരണ നിലയിൽ ഇപ്പോൾ സുബിയാൻ കൊടുക്കുമ്പോൾ നമ്മൾ എണീക്കൊള്ളും മിക്കവാറും. എന്നാൽ അത്താഴത്തിന് നമ്മൾ സ്വാഭാവികമായിട്ട് നോമ്പിന് നമ്മൾ അത്താഴത്തിന് വേണ്ടി എണീക്കുമ്പോൾ കുറച്ചൊന്ന് നേരത്തെ എണീച്ചിട്ട് 2 റക്അത്തുകൾ നിസ്കരിച്ചാൽ മതി. ആ 2 റക്അത്ത് നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിനെ ദിക്ർ ചെല്ലുന്ന ദിക്ർ ചെല്ലുന്ന പെണ്ണിന്റെ കൂട്ടത്തിൽ അവന്റെ പേര് അവിടെ എഴുതപ്പെടും. മാഷാ അല്ലാഹ്, രക്ഷപ്പെട്ടു. ദാക്കിരീങ്ങൾ ദിക്റാണ് ലോകത്തെ ഏറ്റവും വലിയ ഇബാദത്ത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ദാക്കിറാവുക, ദിക്ർ ചെല്ലുക, ദിക്ർ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ സ്മരിക്കുക. ആ ദാക്കിരീങ്ങളിൽ ദാക്കിറാത്തുകളിൽ നിങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തപ്പെടും. തഹജ്ജുദിന്റെ സമയത്ത് 2 റക്അത്ത് ചുരുക്കും. അത് 2 റക്അത്തൈനി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്രയും നിസ്കരിക്കാം. തഹജ്ജുദ് മാക്സിമം എത്ര നിസ്കരിക്കാം. ഇനി ആ സമയത്ത് വിത്തറാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ വിത്തറ് നമ്മൾ സാധാരണ തറാവീഹിന്റെ കൂടെയാണ് നിസ്കരിക്കുന്നത് പലരും. അങ്ങനെയുള്ളവർ തഹജ്ജുദായിട്ട് നിസ്കരിച്ചാൽ മതി. അതല്ല, തറാവീഹിന്റെ കൂടെ വിത്തർ നമസ്കരിക്കാത്തവർ എണീറ്റിട്ട് വിത്തറിന്റെ നെയ്യത്തോടു കൂടി നിസ്കരിച്ചാൽ മതി. എന്നാൽ 2ഉം കിട്ടി, വിത്തറും കിട്ടി, തഹജ്ജുദും കിട്ടി. തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ്. അത് വിത്തർ നിസ്കരിച്ചാലും ആ തഹജ്ജുദിന്റെ പ്രതിഫലം കിട്ടുന്നതാണ്. അവരവരുടെ വശങ്ങളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുന്നതാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും റബ്ബിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും അവർ ആ സമയത്ത് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥിക്കണം, ദുആ ചെയ്യാൻ. ദുആക്ക് ഏറ്റവും നന്നായിട്ട് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് തഹജ്ജുദിന്റെ സമയം. തഹജ്ജുദിന്റെ സമയം ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ രാത്രിയിൽ നമസ്കരിക്കുക. സമാധാനത്തോടുകൂടി സ്വർഗത്തിലേക്ക് പോവാം. സമാധാനത്തോടുകൂടി സ്വർഗത്തിലേക്ക് പോകാം. എത്രയത്ത് നിസ്കരിക്കും. ചെറുപ്പക്കാർ, യുവാക്കളെ ശീലിക്കും. നിങ്ങൾ ശീലിക്കും. ഈ റമളാൻ അത് ശീലിക്കും. 2 റക്അത്ത് നിസ്കരിച്ചിട്ടും ദ്വാരിക്കുക. ആ ദ്വാ ഉണ്ടല്ലോ, അത് പടച്ചോൻ തട്ടിക്കളയില്ല. അള്ളാഹു സ്വീകരിക്കുന്ന രാത്രിയിലൊരു സമയമുണ്ട്. ആ സമയവുമായിട്ട് ഈ ദ്വാ യോജിച്ചു വന്നു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന, ആ ദ്വാ, ദുന്യവിയും മുഹ്റവിയുമായ എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചോ അള്ളാഹു തരും. ദുന്യവിയായ പ്രയാസങ്ങൾ അകറ്റാൻ, ദുന്യവിയായ ആഗ്രഹങ്ങൾ നിറവേറ്റി കിട്ടാൻ പ്രാർത്ഥിക്കൂ, സ്വീകരിക്കും. ഉഹ്റവിയായ രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യൂ, അള്ളാഹു സ്വീകരിക്കും, കബൂലാക്കും. ഒരു ഉറപ്പാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ആ നേരത്ത് എന്ത് ചെയ്യാം? സ്വീകരിക്കാം. ഒന്ന് കരയുക, അള്ളാഹിൻ്റെ മുന്നിൽ ഒന്ന് കരയുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ മുസല്ലകൾ നനയട്ടെ. നമ്മുടെ കണ്ണുനീരിറ്റിയിട്ട് നമ്മുടെ കണ്ണുനീരിന്റെ ഉപ്പുരസം നമ്മൾ അനുഭവിക്കുക. കവിൾത്തടത്തിലൂടെ കണ്ണുനീരൊഴുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു സാക്ഷിയാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ സാക്ഷിയാണ്. അല്ലാഹു ആ കണ്ണുകളെ നരകത്തിലേക്ക് വീഴ്ത്തൂല. ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഐനാനി ലൻ തമസ്സഹുമാ, 2 കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല. ഐനും ബക്കത്ത് ഫീ സബീലില്ലാ, ഐനും ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ കണ്ണ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയാൻ ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗ്ഗം ഉറപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് കരയാൻ പറ്റിയ, ആത്മാർത്ഥമായി, ആരുമില്ലാതെ ഒറ്റക്ക് റൂമിലിരുന്ന് കണ്ട് ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്നു കൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കരയാ. നമ്മുടെ ആവശ്യങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹിനോട് പറയാ. അറബി അറിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് പറയാ. മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ മനസ്സാണല്ലോ ഏറ്റവും വലിയ തേട്ടത്തിന്റെ ഇടം. എന്നിട്ട് അവിടുന്ന് കരയാ, കണ്ണുനീരൊലിപ്പിക്കുക. അത് ദുനിയാവിന്റെ കാര്യങ്ങളാണെങ്കിലും ശരി, ആഖിറത്തിന്റെ കാര്യങ്ങൾ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, ഖബറിനെ ഓർത്തുകൊണ്ട്, മരണത്തെ ഓർത്തുകൊണ്ട്, പരലോകത്തെ ഓർത്തുകൊണ്ട് സ്വർഗ്ഗം തരണമെന്ന് പടച്ചവനോട് കാലുപിടിച്ച് കേണപേക്ഷിക്കും പോലെ പറയാ. അതാണ് പ്രാർത്ഥന, അർത്ഥന. ദുആ എന്ന് പറഞ്ഞാൽ അതാണ്. ഒരാളോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോഴേ അയാളോട് ഇരുന്നോണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കില്ല. പിന്നെ എങ്ങനെ പറയണം? താണ് കൂണ് അപേക്ഷിച്ച് വിനയത്തോടു കൂടി വിനയാന്വിതനായിട്ട് കുട്ടികളിങ്ങനെ കെഞ്ചുമല്ലോ. വല്ലാതെ കെഞ്ചി കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് സാധനം എടുത്തു കൊടുക്കും എങ്ങനെയായാലും. അപ്പൊ കെഞ്ചണം പടച്ചവന്റെ മുന്നിൽ നിന്നുകൊണ്ട്. അത് സുജൂദിൽ കിടന്നാണെങ്കിലോ അള്ളാഹ് വേഗം കേൾക്കും, വേഗം കേൾക്കും. അപ്പം തരും മറുപടി, ഉത്തരം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഒന്ന്, തഹജ്ജുദിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ സ്വന്തത്തോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടും അഭ്യർത്ഥിക്കുകയാണ്.
രാത്രി അത്താഴം കഴിക്കുക, അത്താഴത്തിലൂടെ തഹജ്ജുദ് നിസ്കരിക്കുക. അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ നമസ്കാരം ജമാഅത്ത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ്. നിസ്കാരത്തിൽ പ്രത്യേകിച്ച് റമദാൻ മാസമായി കഴിഞ്ഞാൽ കൃത്യനിഷ്ഠ നമ്മൾ പാലിക്കും. അത് ജമാഅത്തും കൂടിയാണെങ്കിൽ 27 ഇരട്ടി പ്രതിഫലമുള്ളത് എത്രയോ ഇരട്ടി ഇനി കണക്കാക്കാൻ പറ്റൂല. അത്രയും പ്രതിഫലം നമുക്ക് അള്ളാഹു നൽകുന്നതാണ്. വാരി കോരി അങ്ങോട്ട് കൂട്ടി വെക്കുക, വലിയ ഭണ്ഡാരായിട്ട് പോവുക പടച്ചവൻ്റെ അടുത്തേക്ക്. പരമാവധി നിസ്കാരം മുഴുവനും ജമാഅത്തായിട്ട് നിസ്കരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്ത ഒരു മാസമാണ്. ഓഫർ വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലേ, നമ്മൾ സാധാരണ നമ്മൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജോലിയിൽ നമുക്ക് 100% ശമ്പളത്തിൽ വർധനവുണ്ട്. ഒരു മാസം വർക്ക് ചെയ്ത് ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിയുള്ളവനാണെങ്കിൽ, കുറച്ച് അന്തമുള്ളവനാണെങ്കിൽ അവന് ഉറങ്ങാൻ കിടക്കുമോ, പണിയെടുക്കൂലേ? കാരണം എന്താ, ഈ ഒരു മാസം അധ്വാനിച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലമല്ല 2000 കൊല്ലം അധ്വാനിക്കണതിനുള്ള പ്രതിഫലം തരാമെന്ന് പറഞ്ഞാൽ, ശമ്പളം സാലറി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാഭം കിട്ടും കച്ചവടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അവന് ആ ഒരു മാസത്തിന് വേണ്ടി മെനക്കെടൂലേ? അങ്ങനെ മെനക്കിടുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിസ്കാരം ജമാഅത്ത് നിസ്കാരം. മറ്റൊന്ന് ഖുർആൻ പാരായണമാണ്. ഏതാണ് ഈ മാസം? ഇത് ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഇത് പരിശുദ്ധ ഖുർആന്റെ അവതരണമുണ്ടായ മാസമാണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതേതാണ്? ജനതയ്ക്ക് മുഴുവനും മാർഗദർശനത്തിന്റെ വഴികാട്ടിയായി വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ലോകത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആനയിക്കാൻ അവതരിക്കപ്പെട്ട പരിശുദ്ധമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ കലാമാണ്, റബ്ബിന്റെ സംസാരമാണ്. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട ഈ മാസം ഖുർആനുമായിട്ട് ബന്ധപ്പെടുക. ഖുർആൻ അവഗണിച്ചവരാണ് നമ്മൾ കേട്ടോ. ഖുർആനെ നെഞ്ചേറ്റിയോ ഈ ഉമ്മത്ത് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കും. ഖുർആൻ അവഗണിച്ചോ അള്ളാഹു ദുനിയാവിൽ നിന്യത സമ്മാനിക്കും. ഖുർആൻ കയ്യിലുണ്ടോ, നെഞ്ചിലുണ്ടോ, മുറുക്കെ പിടിച്ചോ, എന്നാൽ ഒരാളുടെ മുന്നിൽ നമ്മൾ തലകുനിക്കേണ്ടി വരില്ല. ഇസ്സത്തോടുകൂടി, അന്തസ്സോട്, അഭിമാനത്തോടുകൂടി ജീവിക്കാൻ ദുനിയാവിൽ. അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, കട്ടപ്പാടുകളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും മുക്തം വേണോ? അത് ചില്ലലമാരകളിൽ ഖുർആൻ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് കാര്യമില്ല. പള്ളിയിൽ കുറേ ഖുർആൻ ഉണ്ടായതുകൊണ്ടും കാര്യമില്ല. ഹൃദയത്തിൽ വേണം ഖുർആൻ. പാരായണം ചെയ്യണം ഖുർആൻ ഇങ്ങനെ ഓതണം. ഖുർആൻ ഓതുക മാത്രമല്ല, ഖുർആൻ ഓതിയിട്ട് അതിൻ്റെ അർത്ഥം ഇങ്ങനെ ആലോചിക്കണം. തഫ്സീറൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ. വീട്ടിലില്ലേ തഫ്സീറുകൾ? ഇല്ലെങ്കിൽ വാങ്ങിക്കണം, നിർബന്ധമായിട്ടും വാങ്ങിക്കണം. അള്ളാഹിന്റെ കലാമ് വെളിച്ചം നൽകുന്ന ആ പ്രകാശധാര അതെന്താന്ന് മനസ്സിലാകാതെ മരിച്ചു പോകുന്നതിനേക്കാളും വലിയ ഭാഗ്യഹീനത മറ്റെന്തുണ്ട് സഹോദരന്മാരെ? അതുകൊണ്ട് ഉള്ള അറിവ് വെച്ചിട്ട് ഒന്ന് വായിക്കും, ഒന്ന് പഠിക്കുകയും. എന്തെല്ലാം മൊബൈലിൽ നമ്മളിങ്ങനെ കുത്തി വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ആ പരിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിച്ച് ഹൃദയത്തെ വെളുപ്പിച്ച് ശുദ്ധീകരിച്ച് പ്രകാശപൂരിതമാക്കിയിട്ട് പടച്ചവന്റെ അടുത്തേക്ക് നമുക്ക് പോവാൻ. നമ്മൾ പോകും, ഉറപ്പാ. ഏത് സമയത്ത് പോകും? അള്ളാഹു വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പോകണം. ആ പോകുന്ന സമയത്ത് എൻ്റെ സ്വന്തത്തോടാണ് ഞാൻ ആദ്യം പറയുന്നത്, പരിശുദ്ധ ഖുർആൻ അതിങ്ങനെ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ, ഒരക്ഷരം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ 10 പ്രതിഫലമാണ്. ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ എത്ര കൂലിയാ കിട്ടുന്നത്? അതുകൊണ്ട് ഒരു സെക്കൻഡ് കിട്ടിയോ, ഒരു മിനിറ്റ് കിട്ടിയോ, 5 മിനിറ്റ് കിട്ടിയോ, ഖുർആൻ എടുക്കുക, വായിക്കുക, ഓതുക, അർത്ഥം നോക്കുക. എന്നിട്ടെങ്ങാനും കണ്ണിൽ നിന്നൊരു കണ്ണുനീര് അല്ലെങ്കിൽ ഹൃദയം കോരിത്തരിക്കുന്നുവെങ്കിൽ അൽഹംദുലില്ലാഹ്, ഈമാനിന്റെ അടയാളമാണത്. വിജയിച്ചു സഹോദരി സഹോദര, വിജയിച്ചു. ഖുർആൻ കൊണ്ട് വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഹൃദയത്തിൽ ഇങ്ങനെ കിടുകിടക്കുണ്ടാകുക, ഹൃദയത്തിൽ ഇങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാകുക, രോമകഞ്ചുകമണിയ, കണ്ണിന്ന് കണ്ണുനീര് വരിക. ഹറമിലൊക്കെ നിങ്ങൾ ഓതുന്നത് കണ്ടിട്ടില്ലേ? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ നിഅമത്തായതുകൊണ്ട് ഞാൻ പറയാണ്, കഴിഞ്ഞ 2 റമദാനിനും പരിപൂർണമായും ഹറമിൽ എനിക്ക് കഴിഞ്ഞുകൂടാൻ കഴിഞ്ഞു. അവിടുത്തെ തറാവിയും ഖിയാമുൽ ലൈലും അവിടുത്തെ ജമാഅത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞു. എന്താണ് ആ ഓത്തിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഇമാമും കറിയും, പിന്നെ കൂട്ടക്കരച്ചിലാണ് ഹറമിൻ്റെ. ഹറമത്ര അനുഗ്രഹീതമാണ്, വിശുദ്ധമായ കഅബാലയം, വിശുദ്ധമായ ഹറം. പ്രിയമുള്ളവരെ, ആ ഓത്തിൻ്റെ അവിടാണ് നമ്മളിങ്ങനെ അനുഭവിച്ചറിയൽ. പച്ച മനുഷ്യന്മാർ ഇങ്ങനെ പൊട്ടിക്കരയണ ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട്. സുബ്ഹാനല്ലാഹ്, രാത്രിയുള്ള നിസ്കാരമൊക്കെ അതിലൊക്കെ ഓത്തും. ആ ഓത്തിങ്ങനെ എൻ്റെ അർത്ഥം ഇങ്ങനെ ആലോചിച്ചിട്ടുള്ള കരച്ചിലും അള്ളാഹു തൗഫീഖ് നൽകണം. കരയാനുള്ള തൗഫീഖ്, ദുനിയാവിൻ്റെ കാര്യം ആലോചിച്ചിട്ട് കരയാതിരിക്കാനും ആഖിറത്തിൻ്റെ കാര്യം ആലോചിച്ച് കരഞ്ഞ് കണ്ണീരൊലിപ്പിക്കാനും പടച്ചവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല.
പിന്നെ മറ്റൊന്ന്, നമുക്ക് പ്രധാനപ്പെട്ടൊരു നിസ്കാരമുണ്ട്, തറാവീഹ് നമസ്കാരം എന്നത് റമദാൻ്റെ സ്പെഷ്യൽ നമസ്കാരമാണ്. സുന്നത്താണെങ്കിലും എല്ലാവരും പങ്കെടുക്കുക. പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം തുടങ്ങിയപ്പോൾ പള്ളിയാണ് നിറയാൻ തുടങ്ങി. അവസാനത്തെങ്ങാനും അള്ളാഹു ഫർലാക്കുമെന്ന് പേടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിവെച്ചെന്ന്. അത്രക്കും ആവേശത്തോടു കൂടിയാണ് സഹാബാക്കൾ. പിന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റീസ്റ്റാർട്ട് ചെയ്തത്. കാരണം എന്താ, ഇനി ഏതായാലും ഫർലാക്കൂലല്ലോ, കാരണം വഹയി നിലച്ചല്ലോ, ഇനി ഫർലാക്കൽ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്താണ്, തുടങ്ങിയതാണ്. അപ്പൊ അത്രയും പ്രതിഫല ആ ഇച്ഛയോടുകൂടി സഹാബക്കൾ ഓടി പള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞ് കവിയ. അപ്പൊ തറാവീഹ് ഒഴിവാക്കരുത്. ക്ഷീണം ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും. പക്ഷേ ആ തറാവീഹ് നമസ്കാരം നമ്മൾ, അതുപോലെ സദഖയുടെ മാസമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാരമതിയാണ്. പക്ഷേ ഏറ്റവും വലിയ സദഖ ചെയ്തിരുന്ന മാസമാണ് ഈ പരിശുദ്ധമായ റമദാന്റെ മാസം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏറ്റവും കൂടുതൽ സദഖ ഇങ്ങനെ വഴിഞ്ഞൊഴുകട്ടെ, പാവപ്പെട്ടവരെ സഹായിക്കട്ടെ, അവരുടെ കണ്ണീരൊപ്പാൻ. നമ്മളെക്കാളും കുറഞ്ഞ ആൾക്കാർക്ക് മുഴുവൻ കൊടുക്കുക, സദഖയായിട്ടോ ഹദിയയായിട്ടോ ഏത് തരത്തിലാളും വേണ്ടില്ല, സന്തോഷിപ്പിക്കുക, സദഖ കൊടുക്കുക. നമ്മൾ മരിക്കുന്ന സമയത്ത് പറയരുത് പടച്ചവനെ ഞാൻ സദഖ ചെയ്തോളാം, പടച്ചവനെ ഞാൻ സാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരമാവധി സദഖ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുക. അതുപോലെ തന്നെ ദിക്ർ, ദുആ, പ്രാർത്ഥന ഇതൊക്കെ വർദ്ധിപ്പിക്കുക. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 പടച്ച റബ്ബിന്റെ കാരുണ്യത്തിന് വേണ്ടി തേടിക്കൊണ്ടേയിരിക്കുക. അത് പള്ളിയിലും നിസ്കാരത്തിന് ശേഷവും നിസ്കാരത്തിന്റെ മുമ്പൊന്നും മാത്രമല്ല, നമ്മൾ തെരുവിലൂടെ നടക്കുമ്പോഴും വീട്ടിലാണെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. പടച്ച റബ്ബേ, നീ എന്നോട് കരുണ ചെയ്യണേ അല്ലാഹ്. എൻ്റെ അമലുകൾ കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല, നിന്റെ കരുണ കൊണ്ട് മാത്രമാണ് ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുക റബ്ബേ. അതുകൊണ്ട് അല്ലാഹുമ്മ റഹംനി, എൻ്റെ നിത്യജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ സാമ്പത്തിക ജീവിതത്തിൽ, എൻ്റെ തൊഴിലിടങ്ങളിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ ഇരുത്തത്തിലും, എൻ്റെ കിടത്തത്തിലും, എൻ്റെ നടത്തത്തിലും, എൻ്റെ ചലനത്തിലും, എൻ്റെ നിശ്ചലനത്തിലും, എൻ്റെ ഭാര്യയിലും, എൻ്റെ മക്കളിലും, എൻ്റെ കുടുംബ ബന്ധുമിത്രാദികളിലും, എൻ്റെ മാതാപിതാക്കളിലും, എൻ്റെ സുഹൃത്തുക്കളിലും, എൻ്റെ സമുദായത്തിലും എല്ലാവരിലും നീ കരുണ ചെയ്യണേ റബ്ബേ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ. എന്നെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അദ്ഖിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ലോകരക്ഷിതാവേ, എൻ്റെ ലക്ഷ്യം സ്വർഗ്ഗമാണ് അല്ലാഹ്. എന്നെ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. റമദാനിൽ അള്ളാഹുവിനോട് നിരന്തരമായി കേണപേക്ഷിച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. മഗ്ഫിറത്ത്, മർഹമത്ത്, ഇത്ഖും മിനന്നാർ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. മഗ്ഫിറത്ത് കിട്ടണം. ദുനിയാവിൽ പാപം പുറത്തു വന്നു കഴിഞ്ഞാൽ ദുനിയാവിലെ കഷ്ടപ്പാട് അവസാനിക്കും, ആഖിറത്തിലെ കഷ്ടപ്പാട് അവസാനിക്കും. ദുനിയാവിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ദുനിയാവിൽ രക്ഷപ്പെട്ട്, ആഖിറത്തിൽ റഹ്മത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആഖിറത്തിലും രക്ഷപ്പെട്ട്, നരകത്തിൽ നിന്ന് മോചനം കിട്ടിക്കഴിഞ്ഞ് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ എന്തൊരു ഹരകം, എന്തൊരു രസം, എന്തൊരു സുഖം! ആ ജീവിതത്തിനേക്കാളും സുഖകരമായ, ആർഭാട നിർഭരമായ, ആഡംബരപൂരിതമായ മറ്റൊരു ജീവിതമുണ്ടോ? ആഡംബരം കൊതിക്കാത്തവരാരുണ്ട്? ആർഭാടം കൊതിക്കാത്തവരാരുണ്ട്? അള്ളാഹുവിന് വേണ്ടി എല്ലാം നിയന്ത്രിച്ചവരാണ് നമ്മൾ. പക്ഷേ അവിടെ ഈ നിയന്ത്രണത്തിന് പകരമായിട്ട് അവിടെ നമുക്ക് നമ്മളെ മനസ്സ് കൊതിക്കുന്നത് മുഴുവനും കിട്ടണം. കണ്ണഞ്ചിപ്പിക്കുന്ന, കാതുകളെ മോഹിപ്പിക്കുന്ന, മനസ്സുകളെ മതിപ്പിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളുടെയും പറുദീസയാണ് ആ സ്വർഗം, സ്വർഗീയമായ ആരാമം. അത് കിട്ടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, മുഅ്മിനീങ്ങളായിട്ട് മാത്രം മരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബവും രക്ഷപ്പെടണം. ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ കുടുംബവും രക്ഷപ്പെടണം. നമ്മൾ വ്യക്തിപരമായി നമ്മൾ മാത്രം നന്നായാൽ പോരല്ലോ. അങ്ങനെ നന്നായിട്ടും കാര്യമില്ലല്ലോ.
നമ്മളെ മക്കൾ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കണം. അങ്ങനെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ. അവരോടൊപ്പം നമ്മൾ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും നമ്മൾക്ക് കുടുംബമായിട്ട് ജീവിക്കണം. അപ്പം മക്കളെയും ചേർത്ത് പിടിക്കുക, അവരെ നോമ്പിൻ്റെ കാര്യത്തിൽ നോമ്പ് പരിശീലിപ്പിക്കുക, നോമ്പ് നോപ്പിക്കുക, എണീപ്പിക്കുക, തഹജ്ജുദ് നിസ്കരിപ്പിക്കുക, ഭാര്യയെ എണീപ്പിക്കുക. ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, രണ്ടുപേരെത്ര അനുഗ്രഹീതരാണ്. ഭാര്യയെ വിളിച്ചുണർത്തിക്കൊണ്ട് അവളെ കൊണ്ട് തഹജ്ജുദ് നിസ്കരിപ്പിക്കുന്നു. ഭാര്യ ഭർത്താവിനെ ഉണർത്തിക്കൊണ്ട് അവനെ കൊണ്ട് തഹജ്ജുദ് നിസ്കരിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ദമ്പതികൾ എത്ര അനുഗ്രഹീതർ എന്ന് പറഞ്ഞത് പുണ്യ ഹബീബല്ലേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൊണ്ട് മക്കളെ കൊണ്ട് ശീലിപ്പിക്കുക, നോമ്പ് ശീലിപ്പിക്കുക. മക്കളല്ലേ എന്ന് കരുതിയ ശീലിപ്പിക്കുക, അവരെ നോമ്പ് നോൽപ്പിക്കുക. നമ്മുടെ കൂടെ വരണം. അവർ ശീലങ്ങൾ പഠിച്ചിട്ട് അവർ നല്ല മുത്തഖീങ്ങളായിട്ട് ജീവിക്കണം. അവർക്കും കിട്ടും തഖ്വ. 15 വയസ്സായിട്ട് മാത്രം, അതിന് മുമ്പേ ശീലിപ്പിക്കുക. വല്ലാത്തൊരു അപകടമാണ് ഇന്നത്തെ കാലം പോണ പോക്ക്. വീട്ടിൽ നിന്ന് നല്ല ശിക്ഷണം കൊടുക്കണം മക്കൾക്ക്. നിങ്ങൾ കേട്ടില്ല വെഞ്ഞാറാമൂട്ടില്ല 5 കൊലപാതകങ്ങൾ, 5 കുടുംബത്തിൽ 5 പേരെ ഒരു 23കാരൻ വെട്ടിക്കൊലപ്പെടുത്തി. വെട്ടിയല്ല, ഇഷ്ടിക കൊണ്ട്. ഭയങ്കര അത്ഭുതല്ലേ. എന്താണ് കൊലപാതകത്തിന്റെ പിന്നിലൊക്കെ കാരണം പറയുന്നത്? ഇപ്പൊ പ്രാഥമികമായ പോലീസിന്റെ നിഗമനം പറയണത് അത് സാമ്പത്തിക പ്രതിസന്ധി എന്നാണ്. കടക്കണി. എങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്? ആർഭാട ജീവിതം, ആഡംബരം. അതാണ് അത്ര കാരണം. ആർഭാടം, ആഡംബരം. അതിനുവേണ്ടി കടം വാങ്ങി തൂർത്തടിച്ച് ഗൾഫിലുള്ള പാപ്പാന്റെ പണി ജോലി പ്രശ്നമായി. എന്നിട്ടോ ഈ കൊലപാതകത്തിന്റെ കാരണം അതിങ്ങനെ കൊലപാതകം ആസ്വദിക്കുകയാണെന്നാണ്. എന്താ കൊലപാതകത്തിന്റെ കാരണം പറയണത്? വളരെ വിചിത്രം. ഉമ്മാനോട് പൈസ ചോദിച്ച് ഉമ്മ തരുന്നില്ല. എത്ര പെട്ടെന്നാ കൊലപാതകം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. മൂത്തമ്മ കൊല്ലാണ്, മൂത്താപ്പാനും മൂത്തമ്മാനും കൊല്ലാണ്. എന്താ കാരണം? ഒരു നിസ്സാര കാരണം. അവർ ചോദിച്ചത്രേ ഈ കടക്കണിയൊക്കെ ആയിട്ട് കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ജീവിക്കാന്ന്. വല്യമ്മ 95 വയസ്സുള്ള വയോവൃദ്ധയായ വല്യമ്മ അല്ലെ, ഒന്ന് ക്രൂരമായിട്ട് നോക്കാൻ പോലും നമ്മൾ ഇഷ്ടപ്പെടും ആ വല്യമ്മാനെ. ആ വല്യമ്മാന്റെ തലക്കാണ് ചുറ്റിക കൊണ്ട് അടിച്ചിട്ട് കൊല്ലണത്. എന്താ കാരണം? വല്യമ്മ മാല കൊടുത്തില്ല. എന്നിട്ട് വല്യമ്മാനെ കൊന്ന മാല 74,000 റുപ്യക്ക് പണയം. എന്നിട്ട് ആ പണയം വെച്ചിട്ടോ 40,000 റുപ്യ കടം വീട്ടുക. കെട്ടാൻ പോകുന്ന പെണ്ണിനെ ആ കുട്ടിനെയും അതിനും കൊന്നു. അവളടുത്തൊന്നും അവളെ സ്വർണം വാങ്ങിച്ചിട്ടുണ്ട് എത്ര, അതിന്റെ 90,000 റുപ്യ. അത് എന്താ നിസ്സാരമായ കാരണം കൊണ്ട് മക്കൾ കൊല്ലാണ്, ആത്മഹത്യ ചെയ്യാണ്. കേരളത്തിൽ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങൾ വാർത്തകൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾ, ഭർത്താവ് ഭാര്യനെ മക്കള് വല്ലാതെ ഉമ്മാനും പാപ്പാനും കൊല്ലുക, അച്ഛനെയും അമ്മനെയും കൊല്ലുക. നമ്മൾ ഈ കുട്ടി ഉണ്ടാകാൻ വേണ്ടി, ഈ 23കാരൻ ഉണ്ടാകാൻ വേണ്ടി ആ ഇമ്മി ഇപ്പി എത്ര കൊതിച്ചിട്ടുണ്ടാകും, എത്ര നാളിച്ചിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടീനെ വളർത്തിയത് അല്ലേ? ഈ കുട്ടി ഉണ്ടാകാൻ അവർ എത്ര കൊതിച്ചിട്ടുണ്ടാവും. ഇന്നോ നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം. ഇന്ന് എന്തായിരിക്കും പ്രശ്നം? ഈ ഒരു മോനില്ലായിരുന്നെങ്കിൽ. മക്കളെ കിട്ടുകയാണെങ്കിൽ നല്ല മക്കളെ, സ്വാലിഹീങ്ങളായ മക്കളെ കിട്ടണം. ഇല്ലെങ്കിൽ ദുനിയാവും പോകും, ആഖിറവും പോകും, ജീവിതം കൊളാവും, സമാധാനം നഷ്ടപ്പെടും. ഒരു കുട്ടി മതി. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഒന്ന് നന്നായിട്ട് ദ്വാരിക്കും, അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഇല്ലെങ്കിൽ അതിൻ്റെ അപകടം ഭയങ്കരമാണ്. അത് നമ്മൾ വ്യക്തികൾ മാത്രമല്ല, ഒരു സമൂഹം ഉമ്മത്ത് മുഴുവൻ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് മക്കളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ റമളാനെ ഒന്ന് ആ റമളാന്റെ ആത്മീയത, അതിൻ്റെ ആത്മാവ് അനുഭവിക്കണം. അത് ഇബാദത്തും ദുആയും നിരന്തരം. നമ്മളെ മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, മയക്കുമരുന്ന്, ഇപ്പം കള്ളു കുടിച്ചാണ്ടുള്ളവൻ ഇതൊക്കെ ചെയ്യണത്. ലഹരി സാഹാർപത്രികല്ലെന്ന് എവിടെ അല്ലാത്തത്? കള്ള് കുടിച്ചിട്ട് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പഠിച്ചോനെ, ലഹരിക്ക് അടിയപ്പെട്ട പിന്നെ ഒരു ചിന്ത, ഉമ്മില്ല വാപ്പില്ല പെങ്ങളാണ്, ഒന്നും തിരിച്ചറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥ. ഏതായാലും നമ്മളെ മക്കളൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. ഇന്ന് അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കുക, അവരെ ചേർത്ത് പിടിക്കുക. നമ്മൾ മാത്രം പള്ളിക്ക് വന്ന് നമ്മൾ മാത്രം നോമ്പനുഷ്ഠിച്ചവരായ പോരാ, അവരെയും മനഃപൂർവ്വമായിട്ട് വീട്ടിൽ നിന്ന് ശിക്ഷണം കൊടുക്കണം. 1 മണിക്കൂർ മദ്രസക്ക് പറഞ്ഞയച്ചുകൊണ്ട് എൻ്റെ കുട്ടിനെ 7ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഒരു ചൂക്കും കുട്ടിക്ക് കിട്ടൂല. ഒരങ്ങനെ അക്ഷരങ്ങൾ വായിച്ച് പഠിക്കാന്നല്ല, സ്വന്തം വീട്ടിൽ നിന്ന് തെർബിയത്ത് കൊടുത്ത്, ശിക്ഷണം കൊടുത്ത്, ഖുർആൻ പഠിപ്പിച്ച്, ദീന് പഠിപ്പിച്ച്, മനഃപൂർവ്വമായി ബോധപൂർവമായി ഉമ്മയും ഉപ്പിയും വീട്ടുകാരെല്ലാവരും അങ്ങനെയുള്ള സാഹചര്യവും എല്ലാം ഉണ്ടാക്കിയിട്ട് ആ സാഹചര്യങ്ങളിൽ ആ കുട്ടി നന്നായിട്ട് വളർന്നു തരണം.
എന്നാലേ കുട്ടി രക്ഷപ്പെടുള്ളൂ, എന്നാലേ മക്കൾ നന്നാവുള്ളൂ. എന്നിട്ടും വഴിപഴിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ ഉത്തരവാദിയല്ല. അതല്ലാതെ വീട്ടിലെ കുട്ടിക്ക് നന്മ പഠിക്കാനും ഇബാദത്ത് ചെയ്യാനും ഇസ്ലാം മനസ്സിലാക്കാനും ഖുർആൻ പഠിക്കാനും എന്നുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. നമുക്കെന്താ, നമുക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട്. കച്ചവടം ചെയ്തിട്ട് ഓൻ്റെ കൈ കൊണ്ട് ജീവിക്കണം, അവനെ പഠിപ്പിച്ച് വലുതാക്കിയിട്ട് അവൻ വലിയ വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് അവൻ ഇന്ത്യയിലെ ഗവൺമെന്റ് ജോലിയിലാണ്, അല്ലെങ്കിൽ അവിടാണ് ഇവിടാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിലൊക്കെ അഭിമാനിക്കണം. അതല്ല അഭിമാനം. കൺകുളിർമ അഭിമാനം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി അവൻ 5 പൈസ തന്നിട്ടില്ലെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന തഖ്വയോട് കൂടി ജീവിക്കുക. അവനെ കൊണ്ട് ഏതായാലും ഒരു ഉപദ്രവം ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിനെ ഏറ്റവും നല്ല നിലയിൽ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാനിലെ ഇബാദത്തുകളിൽ മുഴുകാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു നമ്മോട് കരുണ ചെയ്യുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ഭൂമിയിലെ അടിമകളോട് മുഴുവൻ കരുണ ചെയ്യുമാറാവട്ടെ. ആഖിറത്തിൽ അവനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർക്കെല്ലാം അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ അവൻ്റെ ഇഷ്ടപ്പെട്ട റിള ലഭിച്ചവരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഫലസ്തീനിലെ മുസ്ലിമീങ്ങളെ രക്ഷിക്കുമാറാവട്ടെ. അവർക്ക് അള്ളാഹുവിന്റെ സഹായം ചെയ്തു കൊടുക്കുമാറാവട്ടെ. അവരുടെ ശത്രുക്കൾ അള്ളാഹു നിന്ദ്യരാക്കുമാറാവട്ടെ. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ അള്ളാഹു നിന്ദ്യതയും അവരുടെ അധികാരങ്ങൾ അള്ളാഹു എടുത്തു മാറ്റുമാറാവട്ടെ. اللهم أيد الإسلام والمسلمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم شتت شملهم وفرق جمعهم وزلزل أقدامهم يا رب العالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.